to show our gratitude and reflection. So please join me in welcoming. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ ഭാരത ഹൃദയമല്ലോ ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈഗയും നിളയും ഇന്ത്യ തന്നാക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തൻ ഐശ്വര്യ കവികൾ വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീ കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പച്ചപ്പിൻ്റെയൊക്കെ അടയാളമായ
തിരുവോണത്തിൻ്റെ ആശംസകൾ ആദ്യമേ എല്ലാവർക്കും നേരുന്നു. ഏതാണ്ട് 24-25 വർഷമായി ന്യൂപോർട്ടിലേക്ക് നമ്മുടെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ആദ്യകാലത്ത് വന്ന ആളുകൾ പറയുന്നത് ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഓണാഘോഷത്തിന് NKCയിൽ ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നതും പരിപാടികൾ പങ്കെടുക്കാൻ വരുന്നതുമൊക്കെ. നമുക്കറിയാം ഇനിയും ആളുകൾ വരാനുണ്ട്. അവരൊക്കെ ഫുഡിൻ്റെ സമയമാകുമ്പോഴായിരിക്കും എത്തുക. ഇന്നലെ പലർക്കും ഡ്യൂട്ടിയുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം വരും. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു UK-യിലെ ആദ്യത്തെ ഒരു മെഗാ തിരുവാതിരയാണ്. ഇത്രയും ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ 72 പേര് അവർ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി മിക്കവാറും എല്ലാ ആഴ്ചയിലുമൊക്കെ പ്രാക്ടീസൊക്കെ നടത്തിയാണ് അവരിത് ചെയ്തത്. നമുക്കൊരു നല്ല മെഗാ തിരുവാതിര ഇവിടെ കാഴ്ചവെക്കാൻ പറ്റി. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പുതിയ മെമ്പേഴ്സ് നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ ഇവിടേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവരെ ഞാൻ ആദ്യമായിട്ട് NKCയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ NKCയുടെ എല്ലാ പ്രോഗ്രാമുകളിലും വളരെ സജീവമായി നമ്മളോടൊപ്പം മാവേലിയായും ക്രിസ്മസ് ഫാദറായും ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെയുള്ള നമ്മുടെ മാവേലിയെ പ്രിയപ്പെട്ട അനീഷ് കോടനാടിനെ ഏറെ സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റിന് സ്വാഗതമൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും ഔദ്യോഗികതയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ലൗലി ചേച്ചി ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി റിജി ചേച്ചി ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മളെല്ലാവരും എപ്പോഴും കാണുന്ന നമ്മുടെ ജോബി ചേട്ടനെ, നമ്മുടെ NKCയുടെ ട്രഷറാണ്. ജോബി ചേട്ടനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഓണാഘോഷ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ കാണുവാനായിട്ട് പാതാളത്തിൽ എത്തിയ മാവേലി, വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റി കുടുംബാംഗങ്ങളെ, നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്താന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ MP ആയിരുന്നു, കുറച്ച് താമസിച്ച് എത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലായിരുന്നു പ്രസംഗമൊക്കെ പഠിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ മലയാളത്തിലാക്കുക. നമ്മളുടെ ഓണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ചെറുപ്പം പോലുള്ള എൻ്റെ ഒരു സംശയമാണ്, വളരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെല്ലാം ഒന്നായി കണ്ടുകൊണ്ടിരുന്ന മാവേലി നാടുവാടിയിരുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം, ആ രീതിയിൽ വളരെ നന്നായി നാട് ഭരിച്ച ഒരു മാവേലിയെ എന്തിനാണ് പാതാളത്തിലേക്ക് തല്ലുവിട്ടതെന്ന് ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പം അത് ഇനിയിപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഇതാണ് എന്തോ, നല്ലവനായ ഒരു മാവേലിയെ നമ്മൾ പാതാളത്തിലേക്ക് തള്ളിവിട്ടു. ഇപ്പം നമ്മളെ കാണുവാനായി എല്ലാ വർഷവും വരുന്ന ഈ മാവേലി, ഇപ്പം മാവേലി വരുമ്പോൾ മാവേലി നമ്മളിൽ നിന്നും എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് മാവേലിക്ക് കൊടുക്കാൻ എന്തായിരിക്കാം പറ്റുന്നത്? അപ്പം മാവേലി നമ്മളെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. മാവേലിയുടെ സമയത്തുണ്ടായിരുന്ന, അല്ലെ മാവേലി നാട് പാടുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു നന്മയും ഒരു സ്നേഹവും ഒരു സാഹോദര്യവും, അതൊക്കെ നമ്മളിൽ നിന്നും വിട്ടുപോകുന്നോ, നമ്മളിൽ നിന്ന് അത് കുറഞ്ഞു പോകുന്നു എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു ഓരോ വർഷം തോറും നമ്മളുടെ ആ ബന്ധങ്ങളും നമ്മളുടെ ബോണ്ടിങ്ങും ഒക്കെ കുറഞ്ഞു വരികയാണ്. എല്ലാവരും ഇൻ്റർനെറ്റ് യുഗത്തിലായി. ഇപ്പം പിള്ളേരാണെങ്കിലും എപ്പോഴും മൊബൈൽ ഫോൺ അങ്ങനെയൊക്കെ നോക്കിയിരിക്കും. നമ്മളുടെ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിവേ, മാവേലിയുടെ നല്ലൊരു ഗുണമായിരുന്നു, മാവേലി ഒരു ഏകാധിപതി അല്ലായിരുന്നു. മാവേലി കുറച്ച് ആൾക്കാരുടെ ആയിരുന്നു, ഒരു കൂട്ടായ്മയിലായിരുന്നു മാവേലി വളർന്നത്. അതുപോലെ ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റിയിൽ ഞാനെന്ന ഭാവം മാറ്റി വെച്ചുകൊണ്ട് നമ്മളെന്ന ഭാവം എടുത്തപ്പോൾ
നിങ്ങളൊന്ന് ആലോചിക്കുക, ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റി എത്രയോ വളർന്നു. നമ്മളെന്ന ഭാവം, നമ്മളൊന്നായപ്പോൾ നമുക്ക് ഇത്ര മനോഹരമായ ഒരു തിരുവാതിര, അതായത് UK ആദ്യമായിട്ടാണ്. ഒരുപാട് തിരുവാതിര കണ്ടിട്ടുണ്ട്, പക്ഷേ വളരെ ഭംഗിയായി, വളരെ മനോഹരമായി 72ഓളം നമ്മുടെ സാന്ദ്ര പറഞ്ഞ പോലെ തരുണിമണികൾ ഒരുമിച്ച് കൂടിയ ഒരു തിരുവാതിര. അപ്പം നമ്മളിലെ നാം എന്ന ഭാഗം കളഞ്ഞിട്ട് ഞാനെന്ന ഭാവം കളഞ്ഞ് നമ്മളാകുക. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റി. നമ്മളൊന്നായപ്പോൾ ഇത്രയും ഭംഗിയായി, ഇത്രയും ആൾക്കാരെ കൂട്ടി നമ്മൾക്ക് ഈ ഓണാഘോഷം നടത്തുവാനായി സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള ഈ ഓണാഘോഷം, നമ്മളിലുള്ള ഈ സ്നേഹം മുമ്പോട്ട് കൂടുതൽ വളരുവാനും ഇത് നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മളുടെ സ്നേഹത്തിന് കൂടുതൽ വില കൊടുക്കുമ്പോഴാണ് കുട്ടികളും അത് കണ്ട് വളരുന്നത്. ഈ സമയത്ത് ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അതായത് നമ്മൾ ഈ ഓണം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഏരിയ വൈസിൽ നമുക്ക് പ്രോഗ്രാം നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. നമ്മുടെ ഏരിയ വൈസിൽ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെയുള്ള ഒരു 10 ഫാമിലി ഒരു 5-6 ദിവസമേലും ഒരുമിച്ച് കൂടും. അവർ കുട്ടികളായിട്ട് ഒരുമിച്ച് കൂടും. ഞാൻ ആത്മാർത്ഥമായി എനിക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ ഈ ഓണത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രാക്ടീസുകളൊക്കെ നടന്നപ്പോൾ എനിക്ക് പോലും നന്നായി പരിചയമില്ലായിരുന്നു, കണ്ടുപരിചയം മാത്രമുള്ള എത്രയോ കുടുംബങ്ങളെ വളരെ അടുത്തറിയുവാനും അവരുമായിട്ട് സ്നേഹം പങ്കിടുവാനൊക്കെ സാധിച്ചു. അതുപോലെ നമുക്ക് മുമ്പോട്ടും ഇതുപോലെയുള്ള കൂട്ടായ്മകളും ഇതുപോലെയുള്ള ഒരുപാട് ഓണാഘോഷങ്ങൾ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും 1000 ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെക്രട്ടറി തോമസ്, ഓക്കെ. എല്ലാ ഏരിയ കോർഡിനേറ്റേഴ്സ്, ആർട്സ് കോർഡിനേറ്റേഴ്സ്, സ്പോർട്സ് കോർഡിനേറ്റേഴ്സ്, യൂത്ത് കോർഡിനേറ്റർ എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരണേ. കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നും ന്യൂപോർട്ട്, കാർഡിഫ്, ബർമിംഗ്ഹാം, കൊവൻട്രി, മെർത്തൽ തുടങ്ങിയ ഇടങ്ങളിലായി അവയർനെസ് ക്യാമ്പുകളും ഡോണർ രജിസ്ട്രേഷൻ ഡ്രൈവുകളും സംഘടിപ്പിച്ച ഇവർ ഇതുവരെ 500-ലധികം ദാതാക്കളെ രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അവരുടെ പരിശ്രമങ്ങൾ ഇതിനകം തന്നെ പ്രതീക്ഷയുടെ വിളക്കായി മാറിയിട്ടുണ്ട്. പാർലമെന്റിൽ നിന്ന് ലഭിച്ച അംഗീകാരം ഉൾപ്പെടെ അവരുടെ പ്രവർത്തനങ്ങൾ ഉന്നത തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റി
അവരുടെ നിസ്വാർത്ഥ സേവനത്തെയും കരുണയും ആദരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റിയുടെ ഉപഹാരം സ്വീകരിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈഡ് അവാർഡ് ഫോർ സോഷ്യൽ വർക്ക് ശ്രീമതി സോണിയ ആന്റണി. വേദിയിലേക്ക് നമ്മൾ സാദരം ക്ഷണിക്കുന്നത് UK-യിലെ മലയാളി സമൂഹത്തിൻ്റെ അഭിമാനം, തൊട്ടതെല്ലാം പൊന്നാക്കിയ യുവ സംരംഭകൻ, പുതു സംരംഭങ്ങളെ സ്വപ്നം കാണുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ബഹുമുഖ പ്രതിഭ, ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവർക്ക് ഗ്ലോബൽ ഇന്ത്യൻ ബിസിനസ് ഫോറം നൽകുന്ന എക്സലൻസ് ഇൻ മൾട്ടി ഇൻഡസ്ട്രി അവാർഡ് നേടിയ നമ്മുടെ എല്ലാം സ്വന്തമായ നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ ശ്രീ ടിജോ ജോസഫ്. കോട്ടയം അയർക്കുന്നം സ്വദേശിയായ ടിജോ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി UK-യിലെ ബിസിനസ് രംഗത്തുണ്ട്. മോർഗേജ്, ഇൻഷുറൻസ് രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം സീനിയർ മാനേജ്മെന്റ് ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്ന FCA അപ്രൂവ്ഡ് അഡ്വൈസർ കൂടിയാണ്. ആംപിൾ മോർഗേജസ്, ആർക്ക് ക്യാപിറ്റൽ, കെയർ ക്രൂ, ഹീറ്റ്ഫീൽഡ് റെസിഡൻഷ്യൽ ഹോം, നെസ്റ്റ് ചിൽഡ്രൻ ഹോം, നേക്കർ ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ, റിവ്യൂ ബി എന്നീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ടിജോ നമ്മൾ ന്യൂപോർട്ട് മലയാളികൾക്ക്, പ്രത്യേകിച്ച് NKCയുടെ അഭിമാനമാണ്. ഹാർദവുമായി സ്വാഗതം ചെയ്യാം ശ്രീ ടിജോ ജോസഫിനെ. NKCയുടെ ആദരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാവുന്നതാണ്. ക്ഷണിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം 2025 ന്യൂപോർട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു തീം സോങ് ക്രമീകരിക്കുവാൻ സാധിച്ചു. അത് ക്രമീകരിച്ച ബഹുമാനപ്പെട്ട ബേസിൽ ജോസഫ് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് കരുതുന്നു. ബേസിലേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ആ സമയം അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തി സംഗീതം നൽകിയ ആ ഗാനം ഇവിടെ പ്ലേ ചെയ്യുന്നതുമാണ്. ബേസിൽ ജോസഫ്. യെസ്. ഓണത്തിൻ്റെ പൊതുപരിപാടിയുടെ ഈ സമ്മേളന വേദിയിൽ ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ക്രമീകരിച്ച ആ തീം സോങ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നതാണ്. ആ തീം സോങ് ക്രമീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബേസിൽ ജോസഫാണ്. അദ്ദേഹം ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഇനി അടുത്ത ആദരവ് നൽകുവാനുള്ളത്. ആ പാട്ട് നമ്മൾ കേരളത്തിപ്പം കേൾക്കാവുന്നതാണ്. താങ്ക് യു. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ലോഗോയിൽ ക്രിയേറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട മനസ്സിന്റെ ഐക്യമിതാണേ NKC. ന്യൂപോർട്ടിൻ മണ്ണിൽ വന്നേ മലയാളികളും ചേർന്നേ മനസ്സിന്റെ ഐക്യമിതാണേ NKC. കനവുകൾ പിടിയായി അതിൽ കനലുകൾ പതിവഴിയായി ഒന്നായി ഒരുമിച്ചൊന്നായി കൂടുന്നു. കനവുകൾ പിടിയായി അതിൽ കനലുകൾ പതിവഴിയായി ഒന്നായി ഒരുമിച്ചൊന്നായി കൂടുന്നു. സൗഹൃദമാണ് ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റി. സൗഹൃദമാണ് ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റി.
ഒരുമിച്ചൊരു സ്വപ്നം കണ്ടേ കേസി മനസ്സിൽ സുന്ദര കേരളം ജനിച്ച മണ്ണിൻ പൈതൃകം സൗഹൃദം മധുരം മലയാളം സൗഹൃദം മധുരം മലയാളം ന്യൂപോർട്ടിൽ വളരും മലയാളം NKC പോർട്ടിൽ മണ്ണിൽ വന്നേ മലയാളികൾ ഒന്നായി ചേർന്ന് മനസ്സിന്റെ ഐക്യമിതാണ് NKC ആഘോഷം കൂടും പലവരി ജാതിമത ഭേദമന്യേ NKC ആഘോഷം കൂടും പലവരി ജാതിമത ഭേദമന്യേ NKC ഒത്തൊരുമയ്ക്കും സ്നേഹത്തിൽ പ്രണയിടാം സുഹൃതം പുണ്യം മലയാളം സുഹൃതം പുണ്യം മലയാളം ന്യൂപോർട്ടിൽ മണ്ണിൽ വന്നേ മലയാളികൾ ഒന്നായി ചേർന്നേ മനസ്സിന്റെ ഐക്യമിതാണ് NKC കനവുകൾ പിടിയായി അത് കനലുകൾ പലപടിയായി ഒന്നായി ഒരുമിച്ചൊന്നായി കൂടുന്നു കനവുകൾ പിടിയായി അത് കനലുകൾ പലപടിയായി ഒന്നായി ഒരുമിച്ചൊന്നായി കൂടുന്നു സൗഹൃദമാണ് സൗഹൃദമാണ് ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റി 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 താങ്ക് യു നമുക്കെല്ലാവരും നല്ലൊരു I'd like to invite a special guest. He is a consultant psychiatrist in Swansea Valley Health Board. He is from the Indian Centre and is an integral part of the development of the Indian community in Newport and Cardiff. He used to work in Mubarakpura 24 years ago before moving to the UK. It is our privilege to welcome Dr. Deepak Mekri to the stage, and we're happy to let you know that he can also speak Malayalam too. നമസ്കാരം, ഞാൻ ദീപക്കാണ്. മലയാളം നന്നായിട്ട് അറിയാം. Happy Onam to start with to all of you. I feel really privileged to be here. Thank you for the organizing committee to have invited me to attend and join the celebrations, Onam celebrations. I feel very deeply connected with Malayali community. That's because of my stay in Kerala for nearly 2-3 years, way back in 2000, 2001, 2002 before coming to UK. I worked there in Mubarakpura. I'm very pleased to say I made a lot of efforts to learn Malayalam, and that has really helped me not only to connect with people from Kerala origin across the world and especially in UK. They've been really great friends to me. That also has helped me to watch a lot of Malayalam movies, very high quality movies, which I really enjoy, and my family watches the movies as well. And I also would like to take an opportunity to say a few words about the nurses whom I meet all across my career and also everywhere I work. And I do a lot of assessments, especially DOLS assessments. I meet a lot of Malayali nurses. I speak to them, and they really work very hard. And I was also wanted to take an opportunity to say that they're really brave people. They are very adventurous, go and work any part of the world. And I should not forget for the family members who've been very, very supportive of them and who also take an opportunity to work for the community and develop the community and were
we all are now able to learn that most of the men from Malayali community, they are into business, they are doing well, and as a community, we take pride in supporting them. This is all going to be of a help, especially for our next generation, because next generation challenges are more likely to be very, very different to what you and I have faced throughout in the last so many years. So we all work for the community, and on behalf of the Indian Heritage Center, which we currently working in Cardiff and Newport, working for the welfare of the people, mainly to bring people together from all walks of life, all professions, all languages, all community, all caste, all relation. So we try and accommodate everyone to try and help them, promote them, and also make the visibility much better. So I would like to say thank you once again for calling me here and giving me the opportunity to say a few words, and thank you again. Thank you. ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്